നമസ്കാരം. 34 കോടി രൂപ പിരിച്ചു കൊടുത്തിട്ടും, അതായത് അറബിയുടെ കുടുംബം, മരിച്ച ആളുടെ കുടുംബം ആവശ്യപ്പെട്ട പണം ഏതാണ്ട് 1.25 കോടി റിയാൽ പിരിച്ചു കൊടുത്തിട്ടും, 34 കോടി രൂപ പിരിച്ചു കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അബ്ദുറഹീമിനെ മോചിപ്പിക്കാത്തത്, മോചനം കിട്ടി നാട്ടിലേക്ക് വരാത്തത് എന്ന് പല സംശയങ്ങളുണ്ട്. പല വീഡിയോകളുടെയും താഴെ കമന്റായിട്ട് വരുന്നുണ്ട്. സൗദി അറേബ്യയിൽ ജയിലിലാകുന്നത് 2006 നവംബറിലെ സംഭവത്തോടെയാണ്. 2006 നവംബറിൽ സ്പോൺസറുടെ മകനെയും കൊണ്ട്, ചലനശേഷിയില്ലാത്ത മകനാണ്, ആ മകനെയും കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലോ മരണം സംഭവിച്ചു. പിടിവലിയാണെന്ന് പറയുന്നു, മറ്റെന്തോ സംഭവിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അബദ്ധത്തിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറിപ്പോയതാണെന്ന് പറയുന്നു. എന്തായാലും മരണം സംഭവിച്ചു. കൊലക്കുറ്റത്തിന് അബ്ദുറഹീം ജയിലിലായി. എന്നാൽ നീണ്ട 18 വർഷത്തിന് ശേഷമാണ് ഇതൊക്കെയാണ് കഥകൾ എന്ന് മലയാളി സമൂഹം അറിയുന്നത്. ബോബി ചെമ്മണ്ണൂർ ഒരു തെണ്ടൽ വണ്ടിയുമായി ഇറങ്ങി, അത് വൈറലായി. പിന്നീട് 34 കോടി രൂപ 3-4 ദിവസം കൊണ്ട് അക്കൗണ്ടിലേക്ക് വരുന്നതാണ് കണ്ടത്. ആ പണം ദിയാധനമായി മരണപ്പെട്ട ആളുടെ കുടുംബത്തെ ഏൽപ്പിച്ചതോടുകൂടി വധശിക്ഷയിൽ നിന്ന് അബ്ദുറഹീം മോചിതനായിട്ടുണ്ട്. വധശിക്ഷയിൽ നിന്ന് മോചിതനായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ജയിൽ മോചനാകാത്തത് എന്നുള്ള ചോദ്യത്തിന് അവരുടെ ക്രിമിനൽ നിയമ ചില നടപടികളൊക്കെ ഉണ്ട്. അത്തരം നിയമ നടപടികൾ പൂർത്തിയാക്കാതെ അബ്ദുറഹീമിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ സാങ്കേതികമായി എന്തൊക്കെയോ ചില തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് 8ാം തവണയും അബ്ദുറഹീമിന്റെ മോചനം സംബന്ധിച്ചുള്ള തീരുമാനം മാറ്റിവെക്കപ്പെട്ടത് എന്ന് നിയമസഹായ സമിതിക്ക് വിവരം ലഭിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. 18 വർഷമായി സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഈ അബ്ദുറഹീം കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശിയാണ്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് അബ്ദുറഹീമിന്റെ മാതാവും മറ്റുള്ളവരും ജയിലിൽ പോയി അബ്ദുറഹീമിനെ കണ്ടത്. ആ സമയത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വരാൻ പാടില്ല. അതുപോലെ അബ്ദുറഹീമിന് കിട്ടിയ പണം, ആ പണത്തിൽ നിന്ന് ഈ മോചനത്തിനുള്ള പണം എടുത്തതിനു ശേഷം ബാക്കിയുള്ള പണം, മറ്റൊരു പണവും അബ്ദുറഹീമിന്റെ ഒരു കാര്യത്തിനും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ആ പണം എടുത്തുകൊണ്ട് ജയിലിലേക്ക് വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ അബ്ദുറഹീം ചില കടുത്ത നിലപാടുകളൊക്കെ എടുത്തിരുന്നു ആ സമയത്ത്. ഏതായാലും വധശിക്ഷയിൽ നിന്ന് മോചിതനായി എന്ന് അബ്ദുറഹീമിന് ആശ്വസിക്കാം. മറ്റ് നിയമ നടപടികളെല്ലാം പൂർത്തിയായി, ക്രിമിനൽ നടപടികളെല്ലാം പൂർത്തിയായതിനു ശേഷം വൈകാതെ തന്നെ അദ്ദേഹത്തിന് നാട്ടിൽ വന്നു ചേരാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. Different angles. Don't forget to subscribe and support this channel.